ഹലോ, ഇന്ന് ഞാൻ നമ്മുടെ നാടൻ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ കുറച്ച് മരുന്നുകളാണ് പരിചയപ്പെടുത്തുന്നത്. നാടൻ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അവരെ മിക്കവരും ഡോക്ടറെ അടുത്തൊന്നും കൊണ്ടുപോകാറില്ല. പക്ഷേ ഇഷ്ടപ്പെട്ട് വളർത്തുന്നവർ എത്രയും പെട്ടെന്ന് അവരെ ഡോക്ടറെ അടുത്ത് എത്തിക്കുന്നവരാണ്. പലരും അങ്ങനെ ചെയ്യാത്തവരും ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ കുറച്ച് മരുന്നുകളാണ്. ഇതെല്ലാം തന്നെ എനിക്ക് ഡോക്ടർമാർ എഴുതി തന്നതാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം വാങ്ങി വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഓരോ അസുഖം വരുമ്പോൾ ഞാനിതെടുത്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ എക്സ്പയറി ഡേറ്റ് കഴിയാതെ നോക്കണം. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് നമ്മൾ ഉപയോഗിക്കരുത്. അപ്പോൾ അതിലിത് ആദ്യം ഞാൻ ഈ കാണിക്കുന്ന മരുന്ന് കാർമിസൈഡ് എന്നുള്ള മരുന്നാണ്. ഒരു തുള്ളി മരുന്നാണ്. അതിപ്പോൾ നമ്മൾ മനുഷ്യരും ഉപയോഗിക്കുന്നതാണ്. ദഹനത്തിന് നല്ലതാണ് കാർമിസൈഡ്. അപ്പോൾ ഈ മരുന്ന് ഒരുപാട് ഭക്ഷണമൊക്കെ കഴിച്ച് പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് ദഹനമില്ലാതെ വരുമ്പോൾ നമ്മളൊരു 5 ml വെച്ച് ഇത് കൊടുത്താൽ മതിയാകും. അപ്പോൾ അവരുടെ ദഹനം നന്നായിട്ട് നടക്കുന്നതാണ്. മനുഷ്യരും ഇത് കഴിക്കുന്നതാണ്. മനുഷ്യരും മൃഗങ്ങളും ഒരുപോലെ കഴിക്കുന്ന ഒരു മരുന്നാണ് കാർമിസൈഡ്. 1 വയസ്സാകാത്ത കുഞ്ഞു പൂച്ചകൾക്ക് 5 ml കൊടുക്കേണ്ട 2.5 ml കൊടുത്താൽ മതി. പിന്നെ കാണിക്കുന്ന ഈ മരുന്നാണ് നമ്മുടെ മക്കളെ വളർത്തുന്നത് പോലെ തന്നെ നമ്മുടെ ഓമന മൃഗങ്ങളെയും വളർത്തണ്ടേ. ഫ്യൂസിഡിൻ ഇത് ഒരു ഓയിൽമെൻ്റാണ്. അവർക്ക് എവിടെയെങ്കിലും മുറിവൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഈ മരുന്ന് അവരുടെ ദേഹത്ത് പുരട്ടിയാൽ മതിയാവും. ആ മുറിവിൽ ഈ മരുന്ന് തേച്ച് കഴിഞ്ഞാൽ ആ മുറിവ് ഉണങ്ങുന്നതാണ്. പിന്നുള്ളത് മൈക്കോഡിൻ. ഇതൊരു ഷാമ്പു ആണ്. ഇച്ചിങ്ങൊക്കെ ഉണ്ടാകുമ്പോൾ ചൊറിച്ചിലുണ്ടായിട്ട് അവരെ രോമൊക്കെ കൊഴിയുമ്പോൾ നമ്മളിതൊന്ന് പുരട്ടിയിട്ട് ഒരു അല്പസമയം ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ രോമം കൊഴിയിൽ കുറയുകയും ചെയ്യും. അവരുടെ ചൊറിച്ചിൽ മാറുകയും ചെയ്യും. അപ്പോൾ എപ്പോഴും പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് വരുന്നൊരു അസുഖമാണ് ചെവിയുടെ പുറകിൽ ചൊറിച്ചിൽ. അവരിങ്ങനെ കൈ കൊണ്ട് മാന്തിക്കൊണ്ടിരിക്കും. ചെവിയുടെ ഉള്ളിലൊക്കെ അവർ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഭാഗത്ത് ഇത് വെള്ളം ചേർക്കാതെ തന്നെ ഒരു പഞ്ഞിയിൽ മുക്കിയിട്ട് നമ്മൾ കോട്ടൺ ഉപയോഗിച്ച് മുക്കിയിട്ട് അവിടെ നിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അല്പസമയം കഴിയുമ്പോൾ ഒന്ന് ഒരു നനഞ്ഞ തുണി കൊണ്ടൊന്ന് തുടച്ച് കളഞ്ഞാൽ മതിയാവും. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും കുളിക്കാനും സമ്മതിക്കില്ല. അപ്പോൾ അവരിതുപോലെ തുടച്ച് കൊടുത്താലും മതിയാവും. അപ്പോൾ നമ്മൾ അമ്മമാർക്ക് ചെയ്യാവുന്ന ഒരു മെഡിസിനാണിത്. പിന്നെ അടുത്ത മെഡിസിൻ എന്ന് പറഞ്ഞാൽ ക്യാൻവേർ. ഇത് വിരയ്ക്കുള്ള മരുന്നാണ്. ഇത് 6 മാസത്തിലൊരിക്കൽ നമുക്ക് അവർക്ക് കൊടുക്കാവുന്നതാണ്. ഈ വിരയ്ക്ക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പകുതി അസുഖങ്ങളൊക്കെ മാറിക്കിട്ടും. ഇത് ചെറിയ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒരു 1.5 ml നമ്മുടെ ഫില്ലറിൽ ഒരു 1.5 ml എടുത്ത് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം കൊടുക്കുക. അത് 3 ദിവസം അടുപ്പിച്ച് കൊടുത്താൽ മതി. വിരശല്യം മാറിക്കിട്ടും. പിന്നെ ഈ മരുന്ന് ഇത് സിപ്രോവാക്ക്. ഇത് കണ്ണിലൊക്കെ പീള കിട്ടുക. ചെറിയ കുഞ്ഞുങ്ങൾക്കാണ് എപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്താൽ അവരെ കണ്ണിപ്പീളൊക്കെ പോയി കിട്ടും. ധൈര്യമായിട്ട് ഇതെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഞാനിത് എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഞാൻ പറയുന്നത് നാടൻ പൂച്ചക്കുഞ്ഞുങ്ങളുടെ കാര്യമാണ്. ഞാൻ പേർഷ്യൻ ക്യാറ്റിനെ ഇതുവരെ വളർത്തിയിട്ടില്ല. താല്പര്യമില്ല എന്നല്ല, അവരെ വളർത്താൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്. നമ്മുടെ നാടൻ പൂച്ചക്കുഞ്ഞുങ്ങൾക്ക് ആളുകൾ കുറവാണ്. അപ്പോൾ അവർ തന്നെയൊക്കെ വന്ന് കയറുമ്പോൾ അവർ പിന്നെ എവിടെയെങ്കിലും കണ്ടു കിട്ടുമ്പോഴൊക്കെ വളർത്തുന്നതേ ഉള്ളൂ, ഒരു സിമ്പതിയുടെ പേരിൽ.